ഒരു തനി നാടൻ ചീര മെഴുക്കുപുരട്ടി. ചീര കഴുകിയിട്ട് സാധാരണ തോരന് നുറുക്കുന്ന പോലെ നുറുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഒരു നോൺ സ്റ്റിക്ക് കടായിലാണ് ഞാൻ ചെയ്യുന്നത്. അത് ആദ്യം ചൂടാക്കിയെടുത്തു. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണയും ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിക്കഴിഞ്ഞ് കടുകിട്ട് കൊടുത്തു. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് ഫ്ലെയിം സിമ്മർ ചെയ്തു. അതിനുശേഷം ഉഴുന്നു പരിപ്പ് ഇട്ട് കൊടുത്തു. ഉഴുന്നിന് പകരം അരി വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ ഉഴുന്നും അരിയും വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഉഴുന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും ചേർക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഞാൻ കുറച്ച് കൂട്ടിക്കൊടുത്തു. നല്ലൊരു ഗ്ലോസി ടെക്സ്ചർ ആകുന്നത് വരെ വഴറ്റണം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ക്രഷ് ചെയ്ത ചില്ലിയാണ്. അതിനോടൊപ്പം മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. മുളക് പൊടിയിനെക്കാട്ടിലും ഇതേമാതിരി ചതച്ച ഉണക്കമുളക് ചേർക്കുന്നതാ കൂടുതൽ ടേസ്റ്റ്. നുറുക്കി വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. അതിലേക്ക് വെള്ളം വീഴാതെ നോക്കണം. ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കടായിയുടെ സെൻറ്ററിലേക്ക് ഒതുക്കി വെക്കണം. ഇതിൽ വെള്ളം തളിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വീണ്ടും അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും പഴയതുപോലെ കടായിയുടെ സെൻറ്ററിലേക്ക് ഒതുക്കി വെക്കണം. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്യണം, മറക്കരുത്. ഇനി സിമ്മറിൽ കിടന്നാണ് അത് വേകേണ്ടത്. അപ്പോൾ പറഞ്ഞതുപോലെ അത് അടച്ചു വെക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം. അത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തിട്ട് ക്വിക്ക് സ്റ്റർ ഫ്രൈ ചെയ്യണം. സ്റ്റർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കടായിലേക്ക് അത് സ്പ്രെഡ് ചെയ്തിടണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ ഒരു നാടൻ ചീര മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.